ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യുജിൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവണം, വെളുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു കിടിലൻ ഫേസ് പാക്ക് ആണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം അതിൻ്റെ തലേദിവസമൊക്കെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ നമ്മുടെ സ്കിന്നിന് വരുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കാണിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഹോം മെയ്ഡ് സോപ്പുകൾ അല്ലേ. അപ്പോൾ ഒരു നല്ലൊരു അടിപൊളി ഹോം മെയ്ഡ് സോപ്പിന്റെ ഒരു കളക്ഷൻ തന്നെ ഇപ്പൊ എൻ്റെ കയ്യിലുണ്ട്. ഹോം മെയ്ഡ് സോപ്പ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സോപ്പിന്റെ റിവ്യൂവും ഈ വീഡിയോയിലൂടെ കാണാം. ഇത് ഞാൻ ഉപയോഗിച്ച സോപ്പാണ്. നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ള സോപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റിയ നല്ല ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് എന്ന് കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. എല്ലാവരുടെ അടുക്കളയിലുള്ളതാണ്. ഉരുളക്കിഴങ്ങ് തൊലി ചെത്തി നമ്മൾ ചതച്ചതിൻ്റെ നീരെടുക്കുക. അത് നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിനായിട്ട് നമുക്ക് അരച്ചെടുത്താലും മതി. ആ ഒരു രീതിയിലാണെങ്കിലും ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ ഇതിൻ്റെ പൗഡർ എൻ്റെ കയ്യിലുണ്ട്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ അത് വെച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫേസ് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ 1 സ്പൂൺ പൗഡറാണ് ഈ ഒരു പൊട്ടറ്റോയ്ക്ക് പകരമായിട്ട് ഇപ്പോൾ ഇവിടെ എടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ 1/2 സ്പൂൺ കോഫി പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. ഫസ്റ്റ് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് 1 ടീസ്പൂൺ ലൈം ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹണിയാണ് കേട്ടോ. ഹണി 1 സ്പൂൺ ഹണി കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് തേനിന് പകരം തൈര് ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് തൈര് ഉപയോഗിച്ചിത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് തൈരാണ് കുറച്ചുകൂടി നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയാണ് വേണ്ടത്. ഇത് നമ്മുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സോപ്പാണ്. ചാം ഓൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സോപ്പാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണ്, ഖാദി ഇന്ത്യയുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സോപ്പാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ ഒരു സോപ്പിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും ഈ ഒരു സോപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു സോപ്പ് നമുക്ക് ഒരു കോംബോ ഓഫറിൽ വാങ്ങിക്കാം. അതായത് 4 എണ്ണത്തിന്റെ പാക്കാണ്. അപ്പം 4 ഡിഫറെന്റ് ഫ്ലേവറിലുള്ള സോപ്പായിരിക്കും. നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഏതാണോ നമ്മുടെ സ്കിൻ ടൈപ്പിന് കൂടുതൽ യോജിക്കുന്നത് അത് നമുക്ക് അടുത്ത സമയത്ത് നെക്സ്റ്റ് പർച്ചേസിൽ നമുക്ക് ഏതാണോ ഇതിൽ ഏറ്റവും കൂടുതൽ മാച്ച് ആകുന്നത് അത് സെലക്ട് ചെയ്ത് വാങ്ങിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി സ്കിന്നിന്റെ പ്രോബ്ലംസിന് അനുസരിച്ചുള്ള സോപ്പ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് മുൾട്ടാണി മുട്ടി അടങ്ങിയിട്ടുള്ള സോപ്പുണ്ട്, അതുപോലെ തന്നെ മിന്റ് അടങ്ങിയിട്ടുള്ളത്, ചാർക്കോൾ അടങ്ങിയിട്ടുള്ളത്, പിന്നെ ബ്ലാക്ക് സീഡ്, അതുപോലെ ഗോഡ് മിൽക്ക്, കോക്കനട്ട് മിൽക്ക്. അപ്പം ഞാൻ ഗോഡ് മിൽക്കും കോക്കനട്ട് മിൽക്കും ഉള്ളതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ് ഈ കോക്കനട്ട് മിൽക്കും അതുപോലെ ഗോഡ് മിൽക്കും ഒക്കെ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ. അപ്പോൾ മുൾട്ടാണി മുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ചാർക്കോളൊക്കെ ആണെങ്കിൽ ഓയിലി സ്കിൻ അതുപോലെ പിമ്പിൾസ് ഉള്ള സ്കിൻകാർക്കൊക്കെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കത് നമ്മുടെ സ്കിൻ ടൈപ്പ് അറിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു 4 എണ്ണത്തിന്റെ കോംബോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏത് സോപ്പാണ് നമുക്ക് കൂടുതൽ മാച്ച് ആവുന്നത്. നമ്മുടെ സ്കിൻ ഒട്ടും ഡ്രൈ ആവുന്നില്ല. അല്ലെങ്കിൽ ഓയിലി സ്കിൻ ഉള്ളവർക്ക് മുൾട്ടാണി മുട്ടിയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സോപ്പ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ്റെ ഓയിൽനെസ് നന്നായിട്ട് കുറഞ്ഞായിട്ട് നമുക്കൊരു ഫീൽ വരും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ സ്കിൻ ഓയിലിയാണ്, അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഓയിലി സ്കിന്നിന് പറ്റിയ പ്രോഡക്റ്റുകൾ കാര്യങ്ങൾ വേണം യൂസ് ചെയ്യാൻ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കും ഒരു ഐഡിയ നമുക്ക് കിട്ടും. ബ്ലാക്ക് സീഡ് അടങ്ങിയിട്ടുള്ള സോപ്പുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പിഗ്മെന്റേഷൻ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്നിനൊക്കെ നല്ലതാണ്. പിന്നെ എല്ലാ സോപ്പിലും കോമൺ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതായത് ക്ലെൻസിങ് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ സൺ ടാൻ റിമൂവ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാത്തിനും ഒരേപോലെ തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മറ്റ് ചില കാര്യങ്ങളെന്ന് പറയാൻ ഡൾനെസ് മാറാൻ, സ്കിന്നിന്റെ ഡൾനെസ് മാറാനായിട്ട്, അതുപോലെ തന്നെ ചുളിവുകളൊക്കെ ഉള്ള സ്കിന്നാണെങ്കിൽ അതിനെയൊക്കെ കുറയ്ക്കാനായിട്ട് ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു സംശയം തോന്നും, ഈ ഹോം മെയ്ഡ് സോപ്പ് നമുക്ക് എങ്ങനെയാണ് വാങ്ങിക്കാൻ പറ്റുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി നമുക്ക് വാങ്ങിക്കാം. ഇതിൽ ഏത് വെബ്സൈറ്റ് വഴിയാണെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ഓൺലൈനിൽ കൂടി ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്ന ഒന്നാണ്. ഈ സോപ്പിന്റെ കവർ എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ തന്നെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന രീതിയിലും അതുപോലെ തന്നെ എല്ലാ നാച്ചുറൽ ഇൻഗ്രീഡിയൻസുമാണ് ഇതിന്റെ പ്രിപ്പറേഷന്, സ്മെല്ലിന് വേണ്ടിയിട്ടും എല്ലാം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഖാദി ഇന്ത്യയുടെ അപ്രൂവൽ ലഭിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് തന്നെ കരുതുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.